സ്പൈഡർമാൻ ബ്രാൻഡ് ന്യൂ ഡേ കണ്ടു. ടോം ഹോളണ്ടിൻ്റെ ഫോർത്ത് സ്പൈഡർമാൻ മൂവി. ഓൾറെഡി 8 പ്രാവശ്യം സോളോ വെഞ്ചേഴ്സുമായിട്ട് ബിഗ് സ്ക്രീനിൽ വന്ന ഒരു സൂപ്പർ ഹീറോ 9ാമത്തെ പ്രാവശ്യം വീണ്ടും വരുമ്പോൾ അതൊട്ടും മടുപ്പിക്കാതെ വീണ്ടും നമുക്ക് ഒരു ഫ്രഷ് എക്സ്പീരിയൻസ് തരാൻ പറ്റുന്നത് തന്നെ ഒരു വലിയ കാര്യമാണ്. പിന്നെ ഒരു സ്പൈഡർമാൻ മൂവിക്ക് റിവ്യൂ പറയുമ്പോൾ എൻ്റെ അഭിപ്രായങ്ങൾ കുറച്ച് ക്ലൗഡഡ് ആയിരിക്കും. കാരണം എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഞാൻ ആദ്യമായിട്ട് കാണുന്നൊരു സൂപ്പർ ഹീറോ മൂവി തന്നെ സാം റൈമീൻ്റെ സ്പൈഡർമാനാണ്. അത് അന്ന് കണ്ടപ്പോൾ മുതൽ ഞാൻ ഈ ക്യാരക്ടറിൻ്റെ ഭയങ്കര ഒരു ഫാനാണ്. അതുകൊണ്ട് തന്നെ എല്ലാ സ്പൈഡർമാൻ മൂവീസും എനിക്ക് ഭയങ്കര പേഴ്സണലാണ്. ആ സിനിമ വളരെ നന്നായിട്ട് പെർഫോം ചെയ്താലും അത് മോശമായാലും എനിക്കെന്തോ ഒരു പേഴ്സണൽ സ്റ്റേക്ക് ഉള്ളതുപോലെയാണ് ഞാൻ എല്ലാ സ്പൈഡർമാൻ മൂവീസിനെയും കാണുന്നത്. ഇനി ഒരു റിവ്യൂ പെർസ്പെക്റ്റീവിൽ പറയുകയാണെങ്കിൽ ബ്രാൻഡ് ന്യൂ ഡേ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. ഇത് കുറ്റങ്ങളും കുറവുകളും ഒക്കെ ഉണ്ട്, ഇല്ല എന്നല്ല, അതൊക്കെ ഉണ്ടെങ്കിലും ഐ റിയലി ലൈക്ക് ദ മൂവി. ആൻഡ് ഒട്ടും സ്പോയിലേഴ്സ് ഇല്ലാത്ത ഒരു റിവ്യൂയിലേക്ക് കിടക്കാം. എന്ത് പറഞ്ഞാലും സ്പോയിലേഴ്സ് ഉണ്ടാവുന്ന സൈസ് ഒരു മൂവിയാണ്. ഫസ്റ്റ് ഓഫ് ഓൾ, ഈ സിനിമയുടെ ഒരു ഇമോഷണൽ സൈഡ്, സ്പൈഡർമാൻ എന്ന് പറയുന്ന ക്യാരക്ടറിനോട് തന്നെ നമുക്ക് ഇത്രയും സ്നേഹം തോന്നാൻ കാരണം എന്താണെന്ന് വെച്ചാൽ വി ഓൾ സീ എ പാർട്ട് ഓഫ് അസ് ഇൻ പീറ്റർ പാർക്കർ. അത് പീറ്റർ പാർക്കർ കടന്നു പോകുന്ന പ്രശ്നങ്ങളും ഒറ്റപ്പെടലും ഒരു സൂപ്പർ ഹീറോ ആകുന്നതിൻ്റെ ഒരു ബേർഡനും ഒക്കെ ഈ ഒരു ടോം ഹോളണ്ട് എറയിൽ എനിക്ക് തോന്നുന്നു ഏറ്റവും എഫക്റ്റീവായിട്ട് സ്ക്രീനിലേക്ക് കൊണ്ടുവന്നത് ബ്രാൻഡ് ന്യൂ ഡേ തന്നെയാണ്. ഇതിന് മുന്നേ വന്ന 3 സിനിമകളിൽ ഇല്ല എന്നല്ല, ബട്ട് ഫോർ സം റീസൺ ഇറ്റ് ഫെൽറ്റ് മോർ പേഴ്സണൽ ദിസ് ടൈം. സെക്കൻഡ്, ദ പെർഫോമൻസസ്. ടോം ഹോളണ്ട് പതിവ് പോലെ സ്പൈഡർമാനായിട്ടും പീറ്റർ പാക്കറായിട്ടും ഒരു സോളിഡ് പെർഫോമൻസ് തന്നെയാണ് മുന്നോട്ട് വെക്കുന്നത്. ആൻഡ് ഇത് സെപ്പറേറ്റ് ആയിട്ട് എടുത്തു പറയുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ സ്പൈഡർമാൻ്റെ ആ ഒരു സൂട്ടിലേക്ക് ആയിക്കഴിഞ്ഞാൽ പിന്നെ പുള്ളിക്ക് മുഖം കൊണ്ട് ചെയ്യാനൊന്നുമില്ല. പിന്നുള്ള ആക്ടിങ് മുഴുവൻ ഭയങ്കര ഫിസിക്കലാണ്. ആ ഒരു കാര്യത്തിലും ഫിസിക്കാലിറ്റി കൊണ്ട് പുള്ളി കൺവേ ചെയ്യാൻ പറ്റുന്നതിൻ്റെ മാക്സിമം ചെയ്യുന്നുണ്ട്. അത് ഭയങ്കര അണ്ടർ റേറ്റഡ് ആയിട്ടുള്ളൊരു സ്കില്ലുമാണ്. അതുകൊണ്ടാണ് ഞാനത് സെപ്പറേറ്റ് ആയിട്ട് എടുത്തു പറയുന്നത്. പിന്നെ കാസ്റ്റിൽ വരുന്ന സെൻഡേ ആയിക്കോട്ടെ, ജോൺ ആയിക്കോട്ടെ, ജേക്കബ് ആയിക്കോട്ടെ, ആൻഡ് എവറി അതർ കാസ്റ്റ് മെമ്പർ ഇൻ ദിസ് മൂവി ന്യൂ ദെയർ അസൈൻമെൻറ്റ് ആൻഡ് അതവർ പെർഫെക്റ്റ് ആയിട്ട് എക്സിക്യൂട്ട് ചെയ്തിട്ടുണ്ട്. ആർക്കുടെയും പെർഫോമൻസ് നമുക്ക് ഒട്ടും മോശമായിട്ട് ഫീൽ ചെയ്യുന്നില്ല. തേർഡ്, ദ ഡയറക്ഷൻ ബൈ ഡസ്റ്റിൻ ഡാനിയൽ ക്രെറ്റൺ, മാർവലിൻ്റെ തന്നെ ഷാങ്ചിയുടെയും വണ്ടർമാൻ്റെയും ഡയറക്ടർ. ആൻഡ് ഈ 2 പ്രൊജക്ട്സിനും ഇറ്റ് ഫെൽറ്റ് ലൈക്ക് ദേ ഹാഡ് എ ലോട്ട് ഓഫ് ഹാർട്ട് ടു ദം. ആൻഡ് ആ ഒരു കാര്യം ഈ ബ്രാൻഡ് ന്യൂ ഡേ എന്ന് പറയുന്ന മൂവിയിലേക്ക് വരുമ്പോഴും അതുപോലെ തന്നെ ഇവർ കൊണ്ടുവന്നിട്ടുണ്ട്. ഓരോ ക്യാരക്ടേഴ്സിനോടും നമുക്കൊരു ഇമോഷണൽ കണക്ഷൻ ഫീൽ ചെയ്യാനും അവർക്ക് വേണ്ടി റൂട്ട് ചെയ്യാനും നമ്മളെ അത് ഭയങ്കരമായിട്ട് സഹായിക്കും. പിന്നെ എടുത്ത് പറയേണ്ടതാണ് ഈ മൂവിയിലെ സ്റ്റണ്ട്സ്. എനിക്ക് തോന്നുന്നു ഈ മൂവിയുടെ സ്റ്റണ്ട്സ് ചെയ്തിരിക്കുന്നത് ജാക്കി ചാൻ്റെ ക്രൂവിലുള്ള ആൾക്കാരെന്നൊക്കെയാണ് കേട്ടത്. സോ അതിൻ്റെ ഒരു ഇമ്പാക്റ്റ് കാണാനും ഉണ്ട്. എൻ്റെ അഭിപ്രായത്തിൽ ടോം ഹോളണ്ടിൻ്റെ സ്പൈഡർമാൻ എറയിൽ ഇത്രയും ഡൈനാമിക് ആയിട്ട് സ്പൈഡർമാൻ ഫീൽ ചെയ്തിട്ടില്ല. ആൻഡ് ഈ പറയുന്നത് ടോം ഹോളണ്ട് എറയിലുള്ള സ്പൈഡർമാന് നല്ല ആക്ഷൻ സെറ്റ് പീസസ് ഉണ്ടായിട്ടില്ല എന്നല്ല, ഒരുപാട് നല്ല ആക്ഷൻ സെറ്റ് പീസസ് ഉണ്ടായിട്ടുണ്ട്. നമ്മൾ ഫാർ ഫ്രം ഹോമിൽ നോക്കുവാണെങ്കിൽ മിസ്റ്റീരിയോ ആയിട്ടുള്ള ആ ഒരു ഇല്യൂഷൻ ഫൈറ്റൊക്കെ കിട്ടിയിട്ടുമായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ ലാസ്റ്റ് വന്ന നോ വേ ഹോം നോക്കുവാണെങ്കിലും അതിലുമുണ്ട് നല്ല സെറ്റ് പീസസ്. ബട്ട് ഈ സിനിമയിലേക്ക് വരുമ്പോഴത്തേനും ആക്ഷൻ സെറ്റ് പീസസ് എല്ലാം നമുക്ക് ഒരു ഫ്ലൂയിഡിറ്റി ഫീൽ ചെയ്യും. സ്പൈഡർമാൻ്റെ മൂവ്മെൻറ്റ്സ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഓപ്പോസിറ്റ് നിൽക്കുന്നവരുടെ ആക്ഷൻസ് ആയിക്കോട്ടെ, നമുക്ക് അതിലൊരു വളരെ ഡൈനാമിക് ആയിട്ട് ഭയങ്കര ഒരു എനർജി ഫീൽ ചെയ്യും. ആൻഡ് അത് ഭയങ്കര എഫക്റ്റീവാണ്. ആൻഡ് ഫോർത്ത്, ദ സ്റ്റോറി ആൻഡ് ദ യൂസ് ഓഫ് ക്യാമിയോസ്. സ്റ്റോറി ചില സ്ഥലങ്ങളിൽ കുറച്ച് വീക്കായിട്ട് ഫീൽ ചെയ്തെങ്കിലും മൊത്തത്തിൽ ഓവറോൾ ഒരു എൻ്റർടൈനിങ് ആൻഡ് ഇമോഷണൽ റൈഡ് തരുന്നതുകൊണ്ട് തന്നെ എനിക്ക് പേഴ്സണലി സിനിമ വർക്കായി. ആദ്യമായി ടോം ഹോളണ്ടിൻ്റെ സ്പൈഡർമാൻ്റെ ചുമലിൽ ഒരു യൂണിവേഴ്സിൻ്റെ ഭാരം ഇല്ലാത്തതുപോലെ ഫീൽ ചെയ്തു. ആൻഡ് അത് നല്ലൊരു മാറ്റമാണ്. ഒരു സിനിമാറ്റിക് യൂണിവേഴ്സിൻ്റെ പാർട്ടാണെന്നുള്ളതിൻ്റെ എലിമെൻറ്റ്സ് ഒക്കെ ഉള്ളപ്പോഴും അത് സ്റ്റോറിക്ക് ഓവർ ബെയറിംഗ് ആയിട്ട് തോന്നിയില്ല. ദെൻ ക്യാമിയോസിൻ്റെ കാര്യം പറയാനാണെങ്കിൽ ദ പണിഷർ, ദ ഹൾക്ക്, പിന്നെ പുറത്ത് പറഞ്ഞ സ്പോയിലേഴ്സ് ആവുന്ന മറ്റ് പല ക്യാരക്ടേഴ്സ്, ഇവരൊക്കെ ഉണ്ടെങ്കിലും ദേ ആർ നോട്ട് ക്യാമിയോസ് ഫോർ ദ സേക്ക് ഓഫ് ക്യാമിയോസ്. ഇവർക്കൊക്കെ സ്റ്റോറി മുന്നിലേക്ക് കൊണ്ടുപോകുന്നതിലൊരു പാർട്ട് പ്ലേ ചെയ്യാനുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് ജസ്റ്റ് ഒരു ഷോ ഓഫ് അല്ല ഇത് എന്നൊരു ഫീലിംഗ് ആണുള്ളത്. ഇവർക്ക് മാത്രം, അല്ലെങ്കിൽ ഈ സർട്ടൺ ക്യാരക്ടേഴ്സിന് മാത്രം സ്പൈഡർമാനിന് കൊടുക്കാൻ പറ്റുന്ന ഒരു ഇൻസൈറ്റ് ഉണ്ട്. അതുള്ളത് കൊണ്ട് തന്നെ ദീസ് ക്യാമിയോസ് വർക്ക് ഫോർ മീ. ആൻഡ് ഇത് പറയുമ്പോൾ കൂടെ തന്നെ പറയേണ്ടതാണ്, കുറേ നാളുകൾക്ക് ശേഷം ഹൾക്കിൻ്റെ ഫുൾ ഗ്ലോറിയിലൊന്ന് കാണാൻ വേണ്ടി പറ്റി. ആൻഡ് പണിഷർ ഒരു ഫോർമിഡബിൾ ഫോഴ്സ് ആണ് എന്നുള്ളതിൻ്റെ ഒരു പ്രൂഫാണ് ഈ സിനിമയിലെ ആക്ഷൻ സീൻസ്. നമ്മൾ ഒരു പവറും ഇല്ലാത്ത ഈ
ഒരു ക്യാരക്ടർ വന്നിട്ട് എന്ത് ചെയ്യാനാണ് സ്പൈഡർമാൻ്റെയും ഹൾക്കിൻ്റെയൊക്കെ കൂടെ നിൽക്കുമ്പോൾ എന്ന് നമ്മൾ വിചാരിക്കും. പക്ഷേ ഇവർ യൂസ് ചെയ്തിരിക്കുന്നത്, ഇവർ കാണിക്കുന്നത് എന്താ പറയുക, നമുക്കൊട്ടും അത് അൺബിലീവബിൾ ആയിട്ട് തോന്നുന്നില്ല. പണിഷർ സ്റ്റാൻഡ്സ് ഇറ്റ്സ് ഗ്രൗണ്ട് എഗൻസ്റ്റ് ദ ഹൾക്ക്. ഇനി വർക്ക് ആകാഞ്ഞ കാര്യങ്ങൾ പറയാം. എനിക്ക് ഇവർ ഈ വില്ലൻ്റെ ഒരു ക്യാരക്ടർ ബിൽഡ് ചെയ്ത് കൊണ്ടുവന്ന ഒരു രീതി അത്ര വർക്കായിട്ട് എനിക്കൊരു ഓക്കേഷ് ഫീലാണ് തന്നത്. കാരണം തുടക്കം മുതൽ വില്ലൻ്റെ പ്രസൻസ് ഉണ്ടെങ്കിലും ഒരിടത്തും ഒരു സെൻസ് ഓഫ് സീരിയസ് ത്രെട്ട് ഫീൽ ചെയ്യാത്തതുപോലെ തോന്നി. വീട്ടിൽ കുറേ പേഴ്സണൽ ട്രോമയിലൂടെ കടന്നു പോകുന്നതിൻ്റെയും പിന്നെ ലോൺലിനെസ് ഫീൽ ചെയ്യുന്നതിൻ്റെയും ഒരു പേഴ്സണൽ ട്രാൻസ്ഫോർമേഷനിൽ കൂടെ കടന്നു പോകുന്നതിൻ്റെ ഒരു സൈഡ് ട്രാക്ക് ഉള്ളതുകൊണ്ട് നമുക്ക് ലാഗ് ഫീൽ ചെയ്യില്ല സിനിമയിൽ. ബട്ട് സ്റ്റിൽ നമുക്ക് ഈ ഒരു വില്ലൻ്റെ ഒരു എലിമെൻറ്റ് സെപ്പറേറ്റ് ആയിട്ട് എടുത്ത് നോക്കുകയാണെങ്കിൽ അവിടെ കുറച്ച് അണ്ടർവെൽമിങ് ആയിട്ട് തന്നെയാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. പിന്നെ എനിക്കുള്ളൊരു പേഴ്സണൽ കംപ്ലൈൻ്റ് ആണ്, കഴിഞ്ഞ പ്രാവശ്യം നോവേ ഹോം കഴിഞ്ഞപ്പോഴത്തേനും കെവിൻ ഫൈഗി ഒരു പ്രോമിസ് ചെയ്തായിരുന്നു നമുക്കൊരു ഗ്രൗണ്ടഡ് ആയിട്ടുള്ള ഫ്രണ്ട്ലി നെയ്ബർഹുഡ് സ്പൈഡർമാനെ കാണാൻ പറ്റുമെന്ന്. പക്ഷേ സിനിമ വന്നു കഴിഞ്ഞപ്പോൾ ഇറ്റ്സ് അഗെയിൻ എ ഹൈ സ്റ്റേക്സ് മൂവി. ഇതൊട്ടും ഒരു ഗ്രൗണ്ടഡ് ആയിട്ടുള്ള സ്പൈഡർമാൻ്റെ റെൽമിൽ തന്നെ നിൽക്കുന്ന സൈസ് ഒരു സിനിമയല്ല. ആൻഡ് ഇവിടെയാണ് നമുക്ക് ഈ യൂണിവേഴ്സിൻ്റെ ഒരു കാര്യം ഒരു അമിതഭാരം അല്ലെങ്കിലും സ്റ്റിൽ അതിനു വേണ്ടിയുള്ള അല്ലെങ്കിൽ യൂണിവേഴ്സിനെ മുന്നേക്ക് കൊണ്ടുപോകാനുള്ള ബിൽഡിംഗ് ബ്ലോക്സ് ക്യാരി ചെയ്യേണ്ട ഒരു ഗതികേട് ഈ സിനിമയ്ക്ക് വരുന്നുണ്ട്. ഇതൊരു മാർവൽ ഫാനിന് വലിയൊരു പ്രശ്നമായിട്ട് ഫീൽ ചെയ്യണമെന്നില്ല. പക്ഷേ ഒരു സ്പൈഡർമാൻ മൂവി കാണാൻ വേണ്ടി പോകുന്ന ഒരു കാഷ്വൽ വ്യൂവർ, നമുക്കറിയാം ഒരു സ്പൈഡർമാൻ ഫാനായിട്ടുള്ള മാർവലിനെ ഫോളോ ചെയ്യാത്ത ഒരു വലിയ ഗ്രൂപ്പ് ഓഫ് ആൾക്കാരുണ്ട്. അവർ ഇത് ചെന്ന് കാണുമ്പോഴത്തേക്കിനും അവരുടെ എൻ്റർടൈൻമെൻറ്റിനെ ഇത് ബാധിക്കാൻ ഒരു സാധ്യതയുണ്ട്. അതുപോലെ തേർഡ് ആക്ടിലുള്ള പല റെവലേഷൻസും എല്ലാവർക്കും ഒരേപോലെ വർക്കാവണമെന്നില്ല. എനിക്കതൊരു ഓക്കേഷ് ഫീലായിരുന്നു. പക്ഷേ അതൊരുപാട് ഇഷ്ടപ്പെട്ട ആൾക്കാരും ഉണ്ട്, അത് ഒട്ടും ഇഷ്ടപ്പെടാത്ത ആൾക്കാരും ഉണ്ട്. അതൊക്കെ ഓരോരുത്തരുടെ പേഴ്സണൽ ചോയ്സാണ്. ബട്ട് സ്റ്റിൽ ഐ ഫീൽ ലൈക്ക് എല്ലാവർക്കും അത് വർക്കാവാനുള്ള സാധ്യത കുറച്ച് കുറവാണ്. ആൻഡ് അറ്റ് ദി എൻഡ് സിനിമ എല്ലാവർക്കും പേഴ്സണലായിട്ടുള്ളൊരു കാര്യമാണ്. എല്ലാവർക്കും അവരുടേതായിട്ടുള്ള പ്രിഫറൻസസ് ഉണ്ട്, ചോയ്സസ് ഉണ്ട്. അവർ ഇഷ്ടപ്പെടുന്ന കാര്യങ്ങൾ വളരെ വ്യത്യസ്തമായിരിക്കും. സോ എൻ്റെ അഭിപ്രായം പറയുകയാണെങ്കിൽ സ്പൈഡർമാൻ ബ്രാൻഡ് ന്യൂ ഡേ ഇസ് വർത്ത് എ ഗോ ടു ദ മൂവീസ്. ആൻഡ് അത് തിയേറ്ററിൽ തന്നെ കാണേണ്ട ഒരു സിനിമയാണ്. നിങ്ങളത് പോയി തിയേറ്ററിൽ തന്നെ എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടി ട്രൈ ചെയ്യുക. നിങ്ങൾ കണ്ടവരാണെങ്കിൽ കണ്ടതിൻ്റെ അഭിപ്രായം പറയുക. അപ്പോൾ ശരി എന്നാൽ.